ശിരോവസ്ത്ര വിലക്കിൽ സെന്റ് റീത്ത സ്കൂളിന്റെ അഭിഭാഷകയ്ക്ക് ഹൈക്കോടതിയുടെ താക്കീത്. മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികളെന്ന് വേർതിരിച്ചുള്ള പരാമർശമാണ് കോടതി താക്കീത് ചെയ്തത്. സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ഉള്ളുവെന്ന് ജസ്റ്റിസ് VG അരുൺ പറഞ്ഞു. കുട്ടികളെ വേർതിരിച്ച് കാണുന്നത് എന്തിനെന്നും ഹൈക്കോടതി വിമർശിച്ചു. അഹമ്മദ് മുജിതബയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. മുജിതബ, ഈ അഭിഭാഷകയെ പഠിപ്പിക്കേണ്ട രീതിയായിരുന്നു കോടതിയുടേത്? ഹർഷ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ നൽകിയ നിർദ്ദേശങ്ങൾ റദ്ദാക്കണമെന്നുള്ളതായിരുന്നു അഭിഭാഷക കോടതിയിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച വിഷയം. പക്ഷേ നേരത്തെ വർഷ സൂചിപ്പിച്ചതുപോലെ അഭിഭാഷകയ്ക്ക് ഒരു താക്കീത് നൽകുന്ന രൂപത്തിലാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായത്. പ്രത്യേകിച്ച് 145 മുസ്ലിം വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. മറ്റു ചില മതസ്ഥരായ വിദ്യാർത്ഥികളുടെ കണക്കുകൂടി പറഞ്ഞ് ഒരു താരതമ്യം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അഭിഭാഷക പോയപ്പോഴാണ് ഹൈക്കോടതി കൃത്യമായി തന്നെ ഒരു താക്കീത് പോലെ, ഒരു മുന്നറിയിപ്പ് പോലെ അഭിഭാഷകയോട് ഒരു വിമർശനം ഉന്നയിച്ചത്. ഹർജി പരിഗണിക്കുന്നതിനിടെ മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികൾ എന്നൊക്കെ വേർതിരിച്ച് പരാമർശിച്ച അഭിഭാഷക ബിമല ബേബിയെ ജസ്റ്റിസ് VG അരുൺ രൂക്ഷമായി വിമർശിച്ചു. മാത്രമല്ല, സ്കൂളുകളിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവരെ കുട്ടികൾ എന്നാണ് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്നാണ് വിളിക്കേണ്ടത്. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ എന്തിനാണ് വേർതിരിച്ച് കാണിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ എന്തിനാണ് ആ തരത്തിൽ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. എന്തായാലും ഈ ആവശ്യം കോടതി തള്ളിയെന്ന് മാത്രമല്ല, അഭിഭാഷകയുടെ അല്ലെങ്കിൽ സ്കൂളിന്റെ അഭിഭാഷകയുടെ സെന്റ് റീത്ത പബ്ലിക് സ്കൂളിന്റെ അഭിഭാഷകയോട് ഒരു വിമർശനം എന്നുള്ള നിലയ്ക്ക്, ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക്, ഒരു താക്കീത് എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതി കൃത്യമായി നിലപാടെടുക്കുകയും ചെയ്യുന്നു. വർഷ.